രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിലും കെഎസ്യുവിലും ചേരിപ്പോര് രൂക്ഷം. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് തമ്മിലടി. പാലക്കാടിനെ ഷാഫി ചതിച്ചുവെന്ന് വിമർശിക്കുന്ന ഒരു വിഭാഗം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ആരോപണം ഉന്നയിക്കുകയാണ്. അശ്ലീല മെസ്സേജ് അയച്ചുവെന്നാണ് ആരോപണം. VT ബൽറാം അനുകൂലികൾ ഉള്ള തിരിച്ചുപിടിക്കും തൃത്താല എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ആണ് നടക്കുന്നത്. മുൻ MPയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം വിഭാഗം കുറ്റപ്പെടുത്തുകയാണ്. രാഹുലിനെ അനുകൂലിച്ച് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിലേക്ക്. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോൾ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും. ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവനെ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻകാരുമാണ് ഇന്ന് പാലക്കാടുള്ളത്. അതിനൊരു മാറ്റം വേണം. എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാത്തിനും തീരുമാനം വേണം. അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം MLAയുടെ ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരമൊരുക്കുക. പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ തയ്യാറായില്ല. അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല നീ പറഞ്ഞ രമേശ് ചെന്നിത്തല കൊന്നു കൊല വിളിക്കാൻ കുറെ ആളുകൾ. അതൊന്നും നടക്കൂല, അത് നടക്കാൻ സമ്മതിക്കൂല. യെസ്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റേത് ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ പുറത്തു വരുന്നത്. അതായത് തമ്മിലടിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രാഹുലിനെ അനുകൂലിച്ചും രാഹുലിനെ പ്രതികൂലിച്ചുമുള്ള ഭാഗങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഒരു പക്ഷേ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണല്ലോ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും വലിയ പ്രതിസന്ധി എന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയൊരു കാലഘട്ടത്തിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവിനെതിരെ യുവതികൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത്. മുഖം രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. അതിൽ തന്നെ ഈ നടപടി മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരത്തിലൊക്കെ കടുത്ത നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഭിന്നത അത് പരിഹരിക്കാനാകുന്നില്ല എങ്കിൽ അത് വലിയ തോതിൽ കോൺഗ്രസിന് അപകടം സൃഷ്ടിക്കില്ലേ? സസ്പെൻഷൻ ഒതുങ്ങാൻ പോകുന്ന വിഷയമല്ല എന്ന് വ്യക്തമാകുന്നതാണ് ഈ യൂത്ത് കോൺഗ്രസിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ, കൊള്ളരുതായ്മകൾ അത്രയധികം ഉണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം കൂടി തിരിച്ചറിയുന്നു. നേരത്തെ നമ്മൾ ഈ വാർത്ത ഒരു മുൻ എംപിയുടെ മകൾക്ക്, പ്രധാനപ്പെട്ട നേതാവിന്റെ മകളോട് പോലും മോശമായി പെരുമാറി എന്ന വാർത്ത കൊടുക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അത് തള്ളിയിരുന്നു. അത്രയൊരു സംഭവമേ ഉണ്ടായില്ല എന്ന് ഈ നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ആരോപണം, പുറത്തുനിന്നൊന്നുമല്ല, ആ ഗ്രൂപ്പിൽ നിന്ന് പോലും ആരോപണം ഉയർന്നു വരികയാണ്. ഇത്തരത്തിൽ മോശം പെരുമാറ്റമുണ്ടായി, ഇത് അംഗീകരിക്കാനാകില്ല എന്ന ഒരു നിലപാടുമായി ഒരു വിപ്ലവമായി തന്നെ അത് മാറുകയാണ്. പാർട്ടിക്കുള്ളിലെ സംഘടനയ്ക്കുള്ള ഒരു വിപ്ലവമായി അത് മാറുകയാണ്. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു ചെറിയ നടപടി കൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്നതാണ് കോൺഗ്രസ് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. കൂടുതൽ വിമർശനവുമായി കൂടുതൽ നേതാക്കളൊക്കെ ഇപ്പോൾ രംഗത്ത് വരുന്നുമുണ്ട്. കോൺഗ്രസിന്റെ വനിതാ നേതാക്കളടക്കം ടാര ടോജോ അലക്സിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അല്പസമയം പുറത്തു വന്നു. എത്ര അലക്കി വെളുപ്പിച്ചാലും, എത്ര കഥകൾ പാടിപ്പുകഴ്ത്തിയാലും, എത്ര മാരീചവേഷങ്ങൾ ഇറക്കി കാടിളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീ ലംബടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം. അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണുപോയെന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നുവെന്ന് എത്ര മറച്ചാലും വെളിച്ചത്ത് വരുമെന്ന് ടാര ടോജോ അലക്സ് എന്ന കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ രാവണനായി, സ്ത്രീലംബടനായ രാവണനോട് ഉപമിക്കുകയാണ് താര ചെയ്യുന്നത്. അടക്കി ഭരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങൾ നഷ്ടമായത് ഒരു സീതയോട് തോന്നിയ അതിരുവേട്ട അഭിനിവേശം കൊണ്ടല്ലോ. ഉപകഥകളിലൊക്കെ രാവണന്റെ ലംബടത്വം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ. അതൊക്കെ തന്റെ രാജസ ഗുണത്തിന്
ഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണന് പിഴച്ചത് എവിടെയെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാകും. നായകനായി സ്വയം അവരോധിച്ച് നേരിലായി മറ്റു വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞിരാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂല കഥ വെളിപ്പെട്ടു വന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകരായതിലും സന്തോഷം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവ് തന്നെ, വനിതാ മുഖം തന്നെ സ്ത്രീലമ്പടനായ രാവണനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അവരുടെ യുവ നേതാവിനെ ഇത്തരത്തിൽ അങ്ങനെ പരാമർശിച്ച് രംഗത്ത് വരുന്നു. പുറത്താക്കപ്പെട്ടവന്റെ വെട്ടുകിളികളിലെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാംകിട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തലത്തിൽ പോയി കളിക്കട എന്ന ആത്മഗതത്തോടെ തള്ളിക്കളയുന്നു. ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തു മരച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് താര തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നട്ടലുള്ള അഭിമാന ബോധമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളെ കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിവർത്തി പറയാതെ, അവരെ മനുഷ്യരെന്ന് പോലും പരിഗണിക്കാതെ അവർക്ക് നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതമായി കരുതുന്ന സ്യൂഡോ സ്ത്രീപക്ഷ നാരീ വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രം ഏത് വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. അത്തരം പുഴുക്കുത്തുകളെ 1000 കിലോമീറ്റർ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കുമുള്ള തന്റെ നിലപാട്. അത് അഭിമാനം മാത്രമെന്ന് ഉറച്ച ശബ്ദത്തോടെ മനസ്സോടുകൂടി ഒരു വനിതാ നേതാവ് പറയുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിയത്, സസ്പെൻഡ് ചെയ്തത് എന്തോ വലിയ നേട്ടമായും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ മേന്മയായും അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ളവരുടെ നേർക്ക് കൂടിയാണ് താരയുടെ ഈ വിരൽചൂണ്ടൽ എന്നത് വ്യക്തമാണ്. ഇത് ഇങ്ങനെ മാത്രം മാറ്റി നിർത്തപ്പെടേണ്ട ആളല്ല എന്ന് പറയുകയാണ്. അത്തരത്തിൽ സ്ത്രീലമ്പടനായ രാവണന്റെ മറ്റനേകം ഗുണഗണങ്ങൾ ഉണ്ടായിരുന്ന കഥാപാത്രമാണ് രാവണൻ. പക്ഷേ അവിടം കൊണ്ട് തീരില്ല. ഈ ലംബടത്വം എന്ന സ്വഭാവ ഗുണമെന്ന് പറയാൻ സ്വഭാവ ദൂഷ്യമുള്ളയാളായിരുന്നു രാവണൻ. അതേ രാവണനോട് ഉപമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവിനെ, യൂത്ത് കോൺഗ്രസിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അധ്യക്ഷനായിരുന്ന പാലക്കാട് ഇപ്പോഴും MLA തുടർന്ന നേതാവിനെ, കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ വനിതാ നേതാവ് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇത്തരത്തിൽ BJPയുടെയും CPMന്റെയും പേരിൽ ആരോപണങ്ങൾ വച്ച് അവരുടെ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രശ്നങ്ങൾ കാരണമെന്ന് ആരോപിക്കുന്ന, അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഈ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ എന്ന് പറയുന്ന ഇത്തരം നേതാക്കൾക്കുള്ള മറുപടിയായി കൂടി വേണം ഇതിനെ കാണാൻ. ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല കോൺഗ്രസിലെ പ്രശ്നങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഉള്ള ശ്രമങ്ങളെന്ന് മനസ്സിലാവുകയാണ് അഭിലാഷ്. തീർച്ചയായും ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കുന്ന, അതായത് ഈ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറുഭാഗത്ത് CPMന് വലിയ ഊർജ്ജമാണ് ഈ വിഷയം നൽകിയത്. കാരണം സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ, തുടർച്ചയായ പ്രതിഷേധങ്ങൾ, അതെല്ലാം ഒരു പരിധിവരെയെങ്കിലും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും രാഹുലിലേക്ക് വിഷയങ്ങൾ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ അരുൺ, ഈ യുവ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷയാണല്ലോ നൽകിയിരുന്നത്. ഈ 2ാം നിര നേതാക്കളോ അല്ലെങ്കിൽ യുവ നേതാക്കളോ ഒക്കെ കരുത്താർജിക്കുന്നു, അവർക്ക് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു എന്ന ഒരു പൊതു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടായിരുന്നു. പല മുതിർന്ന നേതാക്കളെക്കാൾ കൂടുതൽ ജനകീയരായി അവർ മാറുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിന് നേരെ ഇങ്ങനെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് ആ നിലയിൽ കോൺഗ്രസിന്റെ യുവനിരയെ ഒന്നാകെ തളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അവിടെ ഉണ്ടാകുന്ന ഈ ചേരിപ്പോര് അത് കോൺഗ്രസിനെ ഏത് നിലയിലായിരിക്കും ബാധിക്കുക, അരുൺ?